Hello. സോ ദ വെയിറ്റ് ഇസ് ഓവർ. ഇന്ന് നമ്മൾ നമ്മുടെ ഗീവ് അവയുടെ ഐറ്റംസ് എന്താണെന്ന് റിവീൽ ചെയ്യാൻ പോവാണ്. പൊട്ടിത്തെറിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം ഭദ്രമാക്കി ഒരു കവറിനകത്താക്കി വെച്ചു. സോ ദ ഫസ്റ്റ് തിങ് നമ്മൾ വാങ്ങിയത് ഡോംസിന്റെ യൂണിക്കോൺ തീമിൽ വരുന്ന ഈ ഒരു ഫുൾ സെറ്റ് ആണ്. ആക്ച്വലി നമ്മൾ ലുലുവിൽ പോയ സമയത്ത് ഇതുപോലെ തന്നെ സെറ്റ് ഞാൻ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഗീവ് അവേയിൽ ഈ ഒരു ഐറ്റം ഇൻക്ലൂഡ് ചെയ്യണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണിത്. ഇതൊരു ബാക്ക് ടു സ്കൂൾ ജോണറിലുള്ള സംഭവമാണ്. പ്ലസ് ആ യൂണിക്കോണിന്റെ ക്യൂട്ട് തീം കൂടി വന്നപ്പോൾ സെറ്റ് ഇത് തന്നെ വാങ്ങിയാൽ മതി എന്ന് ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു. ഇനി ഈ സെറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 പെൻസിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്കെയിൽ, അതൊരു പിങ്കിഷ് തീം വരുന്ന ഒരു സ്കെയിൽ ഉണ്ട്, പിന്നെ ഒരു റൈസർ ആൻഡ് ഷാർപ്പനർ, പിന്നെ ഒരു അധികപ്പറ്റായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു വാക്സ് ക്രയോൺ. അതിന് പകരം വേറെ എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി. പിന്നെ എൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുന്നതുകൊണ്ടായിരിക്കും എനിക്കിതൊരു അധികപ്പറ്റായിട്ട് തോന്നുന്നത്. ഇവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക കുഞ്ഞുകുട്ടികളെയാണ്. കുഞ്ഞുകുട്ടികൾക്ക് പിന്നെ എപ്പോഴും കളറിംഗ് ഒക്കെ അത്യാവശ്യമുള്ള സംഭവമല്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫുൾ സെറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു തീമും കളറും എല്ലാം കൂടി വന്നപ്പോഴേക്കും സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇതിനുള്ളിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു ബോക്സും, മീൻസ് 2 ലെയർ ഉള്ള ഒരു ബോക്സ്. നമുക്ക് ഓപ്പൺ ചെയ്ത് താഴെ മുകളിലൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. ആകെ മൊത്തം എനിക്ക് ഈ ഒരു സെറ്റ് നല്ല ഭയങ്കരമായിട്ട് തോന്നി. കൊള്ളാം, നല്ല രസമുണ്ട്, കാണാനൊക്കെ അടിപൊളിയായിരുന്നു. കിട്ടുന്ന ആൾ എന്തായാലും ഇതിന്റെ പാക്കറ്റ് ഒന്നും കളയണ്ട. ജേർണലിങ്ങിനൊക്കെ നമുക്ക് ഇതൊക്കെ വെട്ടി ഒട്ടിച്ച് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് എ ടു ഡു ലിസ്റ്റ്. ഞാനിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല, അപ്പം തന്നെ ഞാൻ എടുക്കും. കാരണം നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു സംഭവമാണ് ഈ ടു ഡു ലിസ്റ്റ്. ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ മറന്നു പോകാണ്ട് ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ്. എൻ്റെ കയ്യിൽ ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ആയിട്ടൊരു സംഭവം ഇല്ല, പക്ഷെ ഞാൻ എൻ്റെ ബുക്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്. ഇത് എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ മറന്നു പോകുന്നു ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും മറന്നു പോവുക. അപ്പോൾ അതിനേക്കാളും നല്ലത് ഓർമ്മ വരുമ്പോൾ അപ്പം തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ബുക്ക് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ ദിവസം എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ആൻഡ് ലുക്ക് അറ്റ് ദ തീം ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സംഭവം കൈ കിട്ടിയതോടുകൂടി എനിക്ക് രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല. എന്തായാലും കിട്ടുന്ന ആൾ നല്ല ലക്കിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സംഭവം. എന്തായാലും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് ഇത് യൂസ് ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജുമാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഹെയർ ആക്സസറീസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള 2-3 ഐറ്റംസ് കാട്ടി. ഇത് 6 ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന പെയേഴ്സ് ആണ്. പേസ്റ്റൽ ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ നൈസ് ലുക്ക് ആയിരുന്നു കാണാൻ. ഇപ്പോൾ കൊറിയൻ എസ്തെറ്റിക് വൈബ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആ ഒരു ഗ്രീൻ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല, പക്ഷെ ബാക്കി കളേഴ്സൊക്കെ അടിപൊളി. ഇങ്ങനെയുള്ള ഐറ്റംസ് എടുക്കുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും യൂസ് ചെയ്യുന്ന ടൈപ്പ് ഐറ്റംസ് ആണ്. ഈ ക്ലിപ്പൊക്കെ എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ക്ലാസ്സിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴൊക്കെ നമ്മൾ എന്തായാലും ഇത് യൂസ് ചെയ്യും. സോ യാ, ദിസ് ഇസ് ദി സെക്കൻഡ് ഐറ്റം. ഈ വരുന്ന സംഭവമാണ് നമ്മുടെ ഗീവ് അവേയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം. എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയത്. കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു എന്തായാലും ഞാൻ മേടിക്കും എന്നുള്ളത്. ഒറ്റ നോട്ടത്തിൽ ഞാനിത് പ്ലാസ്റ്റിക് ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ് ആണ്. ഗ്ലാസ് ബോട്ടിലാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇതിൻ്റെ പുറമെയുള്ള കാണുന്ന ഈ കവർ ഊരാനൊന്നും പറ്റില്ല. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, അത് ഊരാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ലുക്ക് സോ ക്യൂട്ട്. സ്കൂളിലൊക്കെ കൊണ്ടുപോക്ക് വിൽ ബി റിസ്കി, പക്ഷേ കുഴപ്പമില്ല. സിലിക്കോൺ പുറത്ത് കവറിങ് ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖിക്കണ്ട. സോ ഹാൻഡിൽ വിത്ത് കെയർ. നെക്സ്റ്റ് വൺ ഈസ് ഒരു സെറാമിക്കിന്റെ കപ്പാണ്. ഇതൊക്കെ ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഗീവ് അവേക്ക് ഇത് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഐറ്റംസ് ഞാൻ മനസ്സിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല, സ്വിച്ച് ടു പ്ലാൻ ബി ആയിരുന്നു. ഏതെങ്കിലും വേറെ കടയിൽ കയറുക, മേടിക്കുക. ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതിൽ ചായ കുടിക്കുമ്പോൾ എന്നെ ഓർക്കുക. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിന്റെ ലിസ്റ്റിൽ കരുതി വെച്ചിരുന്ന ഒരു സാധനമാണ് ഈ കപ്പ്. നെക്സ്റ്റ് വൺ, ഞാൻ 2 ഹെയർ ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പെൺകുട്ടികളുള്ള വീട്ടിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഐറ്റംസും 2 ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്കിങ്ങനെ എടുത്തു വെച്ച് കാണുന്ന ഐറ്റംസിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് കൊടുക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും അതിനൊരു വേർത്ത് ഉണ്ടാവുള്ളൂ. നമുക്കത് ഉപയോഗിച്ച് ഡിപ്രിസിയേഷൻ വരുമെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഐറ്റംസ് കൊടുക്കുന്നത് ഇഷ്ടമേ അല്ല. ഇനി അടുത്ത വരുന്ന 2 പെൻസിലാണ്. ഇതിൻ്റെ ആ ഒരു ടോപ്പർ കണ്ടുകൊണ്ട് മാത്രം ഞാൻ ഇത് വാങ്ങിയത്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം നമുക്ക് റൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, മറ്റേത് പ്ലാസ്റ്റിക് ആണ്, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓഫ് കോഴ്സ് ദാറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സ് എന്നെ അങ്ങോട്ട് വിടാതെ ആകർഷിച്ചു. എനിക്ക് 2 കളർ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കുഞ്ഞുനാളിൽ മുതൽ ഇതേപോലെ പേന പെൻസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ചൊക്കെ ഞാൻ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് പോലെ അങ്ങനെ ഫോക്കസ് ചെയ്ത് വാങ്ങിയതാട്ടോ. കാരണം ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നേക്കുന്ന സ്ഥിതിക്ക് എന്തായാലും യൂസ് ചെയ്തോട്ടെ. 2 ആയതുകൊണ്ട് 2 പേരും കൂടി അടി കൂടരുത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഒരു ക്യൂട്ട് ഹെയർ ബണ്ണാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ബണ്ണി ഹെയർ ബൺ. എടാ, ഈ സാധനം വെറുതെ പിടിച്ചോണ്ടിരിക്കാൻ തന്നെ നല്ല സുഖമുണ്ട്. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് തലയിൽ ഇടുന്ന കാര്യം ആലോചിക്കാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മുടിയിലിടുക? ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കാനാ തോന്നുക. മുടിയിലിടാൻ എനിക്ക് തീരെ തോന്നുന്നില്ല. അതുകൊണ്ട് മുടിയിലിടാൻ തോന്നുന്ന ടൈപ്പ് 2 സ്ക്രഞ്ചീസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്, പക്ഷേ എന്തോ ഐ വിൽ ഓൾവേസ് ഗോ ഫോർ വൈറ്റ്. എനിക്ക് വൈറ്റ് ഒബ്സഷൻ നല്ലോണം ഉണ്ട്. ഓഫ് കോഴ്സ് ഐ ലവ് പേസ്റ്റൽ ഷെയ്ഡ്സ്, പക്ഷെ എന്നാലും വൈറ്റ് എന്ന് പറയുമ്പോൾ ബേജ് അതേപോലെ കളറൊക്കെ കുറച്ച് ഒബ്സഷൻ കൂടുതലാണ്. ഇത് മുടിയിൽ കെട്ടുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ കയ്യിലിടാം, ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇതുപോലെ തന്നെ ക്യൂട്ട്നെസ് കണ്ട് മേടിച്ച വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. അതും ഒരു ഹെയർ ആക്സസറി ആണ്. ഇതിന്റെ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ തീമിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഇതിന്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഇതൊക്കെ ഏതൊക്കെയോ കാർട്ടൂൺസ് ഒക്കെ ആണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഹലോ കിറ്റി ആണോ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയാൻ പാടില്ല. ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. യാ,
നെക്സ്റ്റ് ഞാൻ വാങ്ങിയതല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു വേസാണ്. ഇത് ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ടേബിളിന് ഇത് എന്തൊട്ടും മാച്ച് ആവുന്നില്ല. അപ്പോൾ ഞാനിതിവിടെ വെറുതെ വെക്കുന്നതുകൊണ്ട് അർത്ഥമില്ലല്ലോ, അതുകൊണ്ട് എന്തായാലും ഞാനിതൊരാൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ എന്തായാലും ഈ ഒരു ഐറ്റം കൂടി നമ്മുടെ ഗീവ് അവേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ 1K ഗീവ് അവേ ഏകദേശം പരിസമാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്നവർ എന്നോട് എന്തായാലും റിവ്യൂസ് പറയണം. ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും പറയുക. നമ്മുടെ അടുത്ത് നിഷ്ന വീഡിയോയിൽ ഒന്ന് പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം പറയാണ്ട് കഴിഞ്ഞപ്പോൾ നിഷ്ന എൻ്റെ അടുത്ത് വഴക്കിട്ട് വരെ പോയി. സോ നിഷ്ന കം ബാക്ക്, ഞാൻ വീഡിയോയിൽ പേര് പറഞ്ഞിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ബൈ.